ഇടിച്ചക്ക കൊണ്ടൊരു സ്പെഷ്യൽ കട്ട്ലറ്റാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇടിച്ചക്ക കട്ട്ലറ്റാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ശരിക്കും ചിക്കൻ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റാണ് ഈ കട്ട്ലറ്റിനും. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ഇടിച്ചക്ക എടുത്ത് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇടിച്ചക്ക കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് ഞാനൊരു മീഡിയം സൈസ് ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലാക്കാം. ഇടിച്ചക്ക നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്കാക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേകാനായിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി കുഴഞ്ഞ് വേകണ്ട. കട്ട്ലറ്റ് വെക്കാൻ നേരം നമുക്ക് ഈ ചക്കയ്ക്ക് ഉപ്പിട്ടാൽ മതി. ഇടിച്ചക്ക വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കട്ട്ലറ്റിന് ചേർക്കാനായിട്ട് ഞാൻ 2 പൊട്ടറ്റോ വെന്തെടുത്ത് വെച്ചിരിക്കുകയാണ്. വെന്ത ഉരുളക്കിഴങ്ങ് ഞാൻ നല്ലതായിട്ട് മാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഇടിച്ചക്ക വെന്തോന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി കഷ്ണമെല്ലാം നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇടിച്ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചൊക്കെ ഒന്ന് എടുക്കണം. ഇടിച്ചക്ക ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു പൾസ് മോഡലിൽ ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തിരിക്കുകയാണ്. വെള്ളം ഒട്ടും കാണരുത്. പ്രഷർ കുക്കറിലൊക്കെ വെച്ചാൽ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കട്ട്ലറ്റിൻ്റെ കൂട്ടെല്ലാം ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വഴറ്റി കൊടുക്കാം. ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. ഈ സവാള വഴുന്നതിലേക്ക് 1 തണ്ട് കരിയാപ്പില ഇട്ട് കൊടുക്കാം. 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു 1/2 ചുള വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വഴന്ന് വരണമെന്നില്ല. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മൾ ഇടിച്ചക്കയ്ക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വഴന്നു വന്ന ഈ സവാളയുടെ കൂട്ടിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരുന്ന ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മാഷ് ചെയ്തെടുത്തിരുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 തണ്ട് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്കിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കട്ട്ലറ്റിൻ്റെ മിക്സ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട്ലറ്റായിട്ടൊന്ന് എടുക്കാം. ഇതുപോലെയുള്ള കട്ട്ലറ്റുകൾ നമുക്ക് എല്ലാം ഒന്നെടുക്കാം. ഇടിച്ചക്ക കൊണ്ട് നമ്മൾ 1 ഡസൻ കട്ട്ലറ്റാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്കിതിന്ന് കുറച്ചെടുത്തൊന്ന് വറുത്തെടുക്കാം. ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. റൊട്ടിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടയിൽ മുക്കി റൊട്ടിപ്പൊടിയിലും കൂടെ മുക്കി നമുക്ക് എടുക്കാം. എടുത്ത കൈ കൊണ്ട് തന്നെ കട്ട്ലറ്റ് റൊട്ടിപ്പൊടി മുക്കരുത്. എളുപ്പം ഇത് കട്ട കെട്ടിപ്പോകാനിടയുണ്ട്. എല്ലാം നമുക്കങ്ങനെയൊന്ന് റൊട്ടിപ്പൊടി മുക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ കട്ട്ലറ്റും ഇട്ട് കൊടുക്കാം.
ചെറുതീയിൽ വേണം നമ്മൾ ഈ കട്ട്ലറ്റ് വറുത്തെടുക്കേണ്ടത്. നമുക്ക് ഈ കട്ട്ലറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കട്ട്ലറ്റ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നും കോരിയെടുക്കാം. ഇവിടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതും ഇടിച്ചക്ക കൊണ്ട് നമ്മൾ നല്ല കട്ട്ലറ്റ് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.